ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മസാഫിലാണ്. മസാഫിൽ ഒരു ജ്യൂസ് കുടിക്കാൻ കയറിയതാണ്. നമ്മൾ കുടിക്കുന്നത് ടെൻഡർ കോക്കനട്ട് ജ്യൂസ്. അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബർഗർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ എല്ലാവരും വന്നിട്ട് തന്നെയാണ് മേടിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മസാഫിൽ ഫ്രൈഡേ മാർക്കറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഫ്രൈഡേ മാർക്കറ്റിൽ വന്നിട്ട് ഈ ഇളനീരിൻ്റെ ജ്യൂസ് എന്ന് പറയുമ്പോൾ അതൊരു മിൽക്ക് ഷേക്ക് പോലെ ആക്കിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആക്കിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മളിപ്പോൾ ഉള്ളത് ഒമാനിലാണ്. ഒമാനിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഒരു ഫാം കാണാൻ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. നമ്മളിപ്പോൾ ഫാമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി, മുതലമ്മ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലേക്ക് അനുവാദമല്ല, എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ തൽക്കാലം ഈ വഴി കൂടെ അങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പപ്പായ ഉണ്ടാക്കിയതൊക്കെ ഉണങ്ങിയല്ല മൊത്തം ചെറുനാരങ്ങ കുറച്ച് പൊട്ടിച്ചുകൊണ്ടുപോയി കുടിച്ചു വരുമ്പോൾ കൊണ്ടുപോകാം അല്ലേ? ഷൂഫി, വാട്ട് യു ആർ സേയിങ്? ഈ കാണുന്നത് ചിക്കുമരം, ചിക്കുൻ്റെ മരം, നമ്മളെ സപ്പോട്ട. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഒമാനിലാണ്. ഇന്ന് പെട്ടെന്ന് ഒമാനിലേക്കൊന്ന് വരണം തോന്നി. അതുകൊണ്ട് നേരെ വണ്ടി എടുത്ത് ഒമാനിലേക്ക് എത്തി. പാസ്പോർട്ടും വിസയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒമാനിൽ വന്നപ്പോൾ ഒരു ഫാമിൽ കയറിയതാണ്. അവിടെ കണ്ടോ? അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഫാം തന്നെയാണ്, ഫാമോട് ഫാം. എവിടെയൊക്കെ ചാണകം കിടക്കുന്നുണ്ട് അടിയിൽ. ഇത് ഈന്തപ്പനയൊക്കെ അവിടെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളച്ചാല് വെള്ളമൊന്നും കാണാനില്ല, ആകെ ഡ്രൈ ആയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒമാനിലാണ് നിൽക്കുന്നത്. ഒമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAEയുടെ ഉള്ളിലുള്ള ഒമാൻ. സ്ഥലത്തിൻ്റെ പേര് മദ്ദ. നല്ല ചാണകത്തിൻ്റെ മണ്ണുണ്ട് ഇവിടെ. അടിപൊളി കാഴ്ചകളാണ്. നമുക്ക് രണ്ട് സൈഡിലും ഇതാ ഒരു മാവ് കാണിച്ചു തരാം. അതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു ഈന്തപ്പന. ഫാമിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രിയൊക്കെ ഒരു ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലോക്കൊക്കെ ഇട്ടുണ്ട് കണ്ടോ. ഇവിടെ പാമ്പിൻ്റെ വലിയൊരു മാവാണ്.
പാമ്പിൻ്റെ ആണോ അത്? ഇത് വേറെ വെറൈറ്റി ടൈപ്പ് ഒരു നാരങ്ങയാണല്ലോ, വലിയ നാരങ്ങ. നല്ല ചൂടുണ്ട് ഇവിടെ, നല്ല വെയിലുണ്ട്. സമയം ഒരു 3 മണിയായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാൻ വി ബ്രിങ് ദ കാർ ഇൻ ബെറ്റർ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഈന്തപ്പനയുടെ ഓല വെട്ടിയിട്ടിട്ട് കണ്ടില്ലേ, അവർ റൂഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അടിപൊളി സ്ഥലം കണ്ടല്ലേ, നല്ല പച്ചപ്പുണ്ട്, നല്ല ചൂടുണ്ട്. ഇത് കാണുന്നത് പുളിമരമാണ്, കണ്ട പുളിയുടെ ഇലല്ലേ ഇത്, ഈ കാണുന്നത് കണ്ടിട്ട് പുളിമരം തന്നെ, അതോ പുളി പോലെയുള്ള മരമാണോ അറിയില്ല. ആരെങ്കിലുണ്ടോ ഉള്ളിൽ? ഹലോ, ആരെങ്കിലുണ്ടോ? ഈ ഈന്തപ്പനാണോ വളഞ്ഞൊടിഞ്ഞിരിക്കുന്നു? ആ, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ലവ് സിമ്പിൾ പോലല്ലേ, അടിപൊളി. അപ്പോൾ കുറച്ച് നേരം മുന്നോട്ട് കടന്നപ്പോൾ തന്നെ എല്ലാവർക്കും മടുത്തു. ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്, വേർത്തൊലിക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പോൾ കാർ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ പിന്നെ തിരിച്ചു പോയി കാറെടുത്തു, ഇതാ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ കാഴ്ച ഫുള്ള് ഇവിടെ കറങ്ങിയടിച്ച് കാണണം, പിന്നെ ഈ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മളൊരു ഐഡിയ. അപ്പോൾ അതാ ഇവിടെ കണ്ട ഈ കുളം കണ്ട, ഇതുപോലത്തെ ചെറിയ ചെറിയ കുളങ്ങൾ എല്ലായിടത്തും നമുക്ക് കാണാം ഫാമിൻ്റെ ഇടയിൽ. അമ്മേ അയ്യോ, ആ ഓക്കെ. അപ്പോൾ കുളങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ കുളങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ ഫാമിലും, ഇതൊക്കെ സെപ്പറേറ്റ് ഫാംസാണ് കേട്ടോ, ഒരാളുടെ ഫാമല്ല അത്. സെപ്പറേറ്റ് ഫാമാണ്, അതിന് സെപ്പറേറ്റ് ഗേറ്റും മതിലുകളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി കണ്ടില്ലേ, കഷ്ടിച്ച് ഇങ്ങനെ ചില സൈഡിൽ കൂടെ ഒക്കെ പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. എന്നാലും ഞാൻ ആ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ സൈസ് വലുതായതുകൊണ്ട് ഈ വഴി ഭയങ്കര ഇടുങ്ങിയതാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഓടിക്കാൻ. ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ കാനകൾ പോലെ ഉണ്ട് വെള്ളം വിടാനായിട്ട്. ഇപ്പോൾ ടയർ അതിൻ്റെ ഉള്ളിലേക്ക് ചാടി പോകാനൊരു ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ റിസ്ക് എടുത്ത് ഓടിക്കുകയാണ്. അപ്പോൾ കിഡെല്ലാം വ്യൂസാണ് നമുക്ക് മുന്നോട്ട് കാണാനുള്ളത്. മുന്നോട്ട് മാത്രമല്ല, സൈഡിലും 2 സൈഡിലും കിഡെല്ലാം വ്യൂ. നമ്മൾ നാട്ടിൽ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ പോയിട്ട് പറമ്പിലൊക്കെ, നമ്മളെ ചുറ്റുവട്ടമുള്ള പറമ്പിലൊക്കെ ഒരു ഇടവഴി കൂടെ ഒക്കെ പോകുന്ന അതേ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. മാങ്ങ ഒരു സൈഡിൽ, മാങ്ങ ഒരു സൈഡിൽ, പന. അപ്പോൾ തെങ്ങിന് പകരം പന. ഓ ബ്യൂട്ടിഫുൾ. അപ്പോൾ പിന്നെ വേറെ പല വെറൈറ്റി ആയിട്ടുള്ള ചെടികളും വൃക്ഷങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കൂടുതലായിട്ടും കാണാനുള്ളത് ഈ പനയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓ ബ്യൂട്ടിഫുൾ, കണ്ടില്ല എന്ത് രസമാണ്. അപ്പോൾ അതാ ഈ വഴി കൂടെ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി. ഇവിടെ എവിടെയോ ഒരു ആൽവൃക്ഷം പറയാം, നമ്മളെ നാട്ടിൽ ആരില്ലേ അതുണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ട്. സംഭവം ഇങ്ങനെ മെല്ലനെ മുന്നോട്ട് പോയി നമുക്കിതൊക്കെ കാണണം. എന്തായാലും നിങ്ങൾക്കും ഈ കാഴ്ച കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. അയ്യോ പറഞ്ഞ അമ്മേ അപ്പോൾ ഈ കണക്ട് ചെയ്താണ് ഇവർ വെള്ളം പമ്പ് ചെയ്ത് ഇവിടെയൊക്കെ ഫാമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇത് കൊല്ലങ്ങളായിട്ട് വെള്ളം പിടിച്ചിട്ടിരിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ വരുന്ന വെള്ളമാണ് തോന്നുന്നത്, നാച്ചുറലായിട്ടൊന്നും വരുന്നതല്ല എന്തായാലും. അപ്പോൾ ഈ സ്ഥലത്ത് സ്റ്റോർ ചെയ്തിട്ട് ഈ കാണുന്ന പറമ്പിലെല്ലാം അവർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളി സ്ഥലമല്ലേ? അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ
ഈ സ്ഥലത്തേക്ക് ഉടനെ വരണം. നല്ല കിടലൻ സ്ഥലമാണ്. ഞാനത് കിണറിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി കിടക്കണ്ടല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ആൽമരം കാണാൻ പോകണം. അവിടേക്കാണ് നമ്മൾ പോകുന്നത്, ആൽമരം കാണാൻ. ആൽമരം തേടിയുള്ള വരവിലാണ്. ഫാമൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് ആൽമരമാണ്. ആൽമരം കാണാണ്ടൊന്നും പോവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ വണ്ടി ഇത് അവിടെ കിടക്കുന്നു. നിസാൻ പെട്രോൾ കൊട്ടപ്പുറമായിട്ട് ഇവനുള്ളതുകൊണ്ട് ഇങ്ങനെ പല സ്ഥലത്തേക്കും നമുക്ക് മടി കൂടാതെ കയറി ഇറങ്ങിച്ചെല്ലാൻ പറ്റും. അതാണ്. അപ്പോൾ 1945 എന്ന് പറഞ്ഞാൽ 1900 ഏതോ കൊല്ലത്തിൽ ഇവിടുത്തെ ഈ ചെറിയ ഗ്രാമങ്ങളെല്ലാം തമ്മിൽ ഭയങ്കര തല്ലൊക്കെ ആയി. അങ്ങനെ അവസാനം ഒരു ഒത്തീർപ്പ് വന്നപ്പോൾ അവരെല്ലാം പറഞ്ഞു കുറച്ച് ആൾക്കാർ ഒമാൻ്റെ ഒപ്പം പോകും, കുറച്ച് ആൾക്കാർ UAEയുടെ ഒപ്പം പോകും. അങ്ങനെ ഒമാൻ്റെ ഒപ്പം പോയ ടീമുകളാണ് ഈ മധ്യയിലുള്ള ടീമുകൾ. മദ്ദ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോൾ ഒമാൻ്റെ അണ്ടറിലാണ്. പക്ഷേ ഈ സ്ഥലം ഇരിക്കുന്നത് UAE രാജ്യത്തിൻ്റെ ഉള്ളിലാണ്, ഷാർജ എമിറാത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പക്ഷേ ഇവിടുത്തെ പോലീസും ചിട്ടകളും റൂൾസും ഇതൊക്കെ ഒമാനിലേതാണ് ഫോളോ ചെയ്യുന്നത്. ഒമാൻ സുൽത്താനേറ്റ് ഒമാനാണ് ഇവരുടെ അന്നദാതാവ്. പക്ഷേ ഇതിന് പുറത്ത് ഫുള്ള് UAE ആണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഓ, ഈ സംഭവം അടിപൊളിയല്ലേ, കണ്ടില്ലേ എന്ത് ഭംഗിയത് കാണാൻ. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കിട്ടുന്നത്. കിടിലം. ഓ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഇത്. നല്ല ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ എടുത്തിടാൻ പറ്റിയൊരു ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതൊരു ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ അധികം ആൾക്കാരൊന്നും ഇതിവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇത്രയും നന്നായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യൂട്യൂബിലെല്ലാം വളരെ കുറച്ച് വീഡിയോസ് ഉള്ളൂ ഇതിനെ പറ്റിയിട്ട്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഫുള്ള് വീഡിയോ ഇടാം. അതുകൊണ്ടാണ് വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്രയും കാഴ്ചകൾ എത്തിക്കാൻ പറ്റുന്നു അത്രയും കാഴ്ചകൾ എത്തിക്കുക, അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയാലും കുഴപ്പമില്ല, കാണുന്നവർ കാണട്ടെ, അല്ലാത്തവർ കാണണ്ട. പക്ഷേ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നെപ്പോലെ കുറേ ആൾക്കാർ വേറെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള കമൻസും ലൈക്കും ഷെയറൊക്കെ തരണം കേട്ടോ, ഉള്ള സപ്പോർട്ട് തരണം. ഇതുപോലത്തെ ഫ്യൂച്ചറിൽ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ചോദിച്ചു വയ്ക്കാൻ ആരുമില്ല. 2-3 വർക്കേഴ്സിനൊക്കെ അവിടെ ഇവിടെ കണ്ടു, എന്നാലും അവരൊന്നും അത്ര വലിയൊരു കോപ്പറേറ്റീവ് അല്ല. എന്ന് പറയാൻ ഓക്കെ, അവർ സ്ഥിരമായി ടൂറിസ്റ്റൊക്കെ കാണുന്നുണ്ട്, അവർക്ക് വലിയ മൈൻഡൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അവിടെ പോയിക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ചോദിച്ചാലൊന്നും ക്ലിയറായിട്ടൊരു മറുപടി ഒന്നും തരില്ല അവർ. ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, പറയാൻ പറ്റില്ല, നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഈ ഭാഗം കണ്ടില്ലേ, ഇവിടെ വന്നപ്പോൾ ഒരു പപ്പായയുടെ വലിയൊരു മരം കാച്ചു കൊലച്ച് നിൽക്കുന്നു. ഭയങ്കര അടിപൊളി. അതുപോലത്തെ കുറേ പപ്പായയും വാഴയും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. നമ്മളത് കേരളത്തിൽ വന്ന അതേ ഒരു പ്രതീതി. ഈ ഈന്തപ്പനെ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ കേരളത്തിലൊരു ഗ്രാമം പോലെ. അത് ആ മാവ് കണ്ടില്ല ഇങ്ങനെ ആകെ പൂത്ത് നിൽക്കുന്നത്. പിന്നെ ഈ സൈഡിലെ വെയിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വൈപ്പിനിലെ വീടുകളിലൊക്കെ, അവിടെയുള്ള വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ആ നീല നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന വേലിയാണ് എനിക്കിവിടെ ഇത് കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്. അടിപൊളിയല്ലേ. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ കൂടെ പോകട്ടെ, ചെറിയൊരു ഇടവഴി. വണ്ടി കഷ്ടിച്ചാണ് കേട്ടോ ഇതിൽ കൂടെയൊക്കെ പോകുന്നത്. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കുറേ മജ്ലിസ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചായയൊക്കെ വെച്ചിട്ടുണ്ട്.
ആ അപ്പോൾ ശരിക്കും ഒരു കാടിൻ്റെ നാട്ടിലെ പറമ്പിൽ വന്ന ഒരു ഫീലിംഗ് അല്ലേ? കണ്ടില്ലേ? ആ നല്ല മാങ്ങയുടെ സ്മെല്ല് അല്ലേ? മാവിൻ്റെ സ്മെല്ലും ചാണകത്തിൻ്റെ സ്മെല്ലും ഒരുമിച്ച് മിക്സ് ആയത്. അതവിടെ മുകളിലൊരു മാങ്ങ വെക്കുന്നുണ്ട്, നല്ല പഴുത്ത മാങ്ങ. അപ്പോൾ അത് ഞാൻ പൊട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. അത് കണ്ടില്ലേ? ഈ മാങ്ങ ഞാൻ എൻ്റെ ഗോപ്രോയുടെ സ്റ്റിക്ക് വെച്ച് പൊട്ടിക്കാൻ പോകണം. വലിച്ച് ഒന്ന് ഓക്കെ വലിച്ചിട്ട് താഴെ കിട്ടി. അങ്ങനെ ഞാൻ ഗോപ്രോ വെച്ച് ഒരു മാങ്ങ പൊട്ടിച്ചു. ഇതേ ഞാൻ പൊട്ടിച്ച മാങ്ങ എന്നെ ആരും പിടിക്കില്ലെന്ന് വിചാരിക്കുന്നു. അതേപോലെ വാഴക്കൊലൊക്കെ കൊലച്ച് നിൽക്കുന്നുണ്ട്. കേട്ടോ, നല്ല അടിപൊളി സ്റ്റൈലായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കൈ സ്ഥലം? മാവ് പൂത്തുന്നുണ്ടല്ലേ? നമുക്കിതിൻ്റെ പറമ്പിൻ്റെ കൂടെ കിടക്കാം. ആദ്യം നമുക്ക് ആ ആൽമരം കണ്ടിട്ട് വരാം. നല്ല ചൂടുണ്ട്, നല്ല പുഴുക്കുണ്ട്. ആദ്യം നമുക്ക് ആൽമരം പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം.